അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖം തന്നെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പിന്നെ പത്താ നമ്മളെ ഇന്ന് രാവിലെ തന്നെ നമ്മളെ പെരയിലൊരു പണിക്കാരനൊക്കെ ഉണ്ട്. പിന്നെ എന്താ എന്താ നമ്മളൊരു സർബത്തും കായുണ്ട്, മുരിങ്ങമ്മ കൂടെ നന്നായിട്ട് പടർന്നേനു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ മുരിങ്ങ ഉണ്ടാകണില്ലേനും. അപ്പോൾ നമ്മളൊരു പണിക്കാരനൊക്കെ വിളിച്ചിക്കാണ്ട്, പിന്നെ പണിക്കാരനെന്നല്ല, നമ്മളെ അടുത്തുള്ളൊരു കാക്ക തന്നെയാണ്. അപ്പോൾ ആ കാക്കാനെ വിളിച്ചിക്കാണ്ട് നമ്മൾ അപ്പോൾ പണിക്കാരൻ്റെ പണിയൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പണി ഇവിടെ പിന്നെ അതിനെക്കാട്ടി ഉസാറായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ രാവിലെ തന്നെയാണ് കേട്ടോ അത് പരിപാടി. അപ്പം ചുടലൊക്കെ കഴിയുന്നുള്ളൂ. അപ്പം നമ്മളെ മോള് ഇവിടെ സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം മക്കളെ ഓള് സ്കൂൾക്കൊക്കെ പോയിക്കണ്. അത് കഴിഞ്ഞിക്കാണ്ട് പിന്നെ നമ്മളെ ഈ എന്താ പറയുക, അതൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു കൊലച്ചത്, അതൊക്കെ വെട്ടിക്കണ്. 800 പൂകനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള കായാണ്. അതൊക്കെ ഇങ്ങനെ പിന്നെ വെട്ടിക്കാണ്ടൊന്ന് വേർതിരിച്ച് വെക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെക്കുകയാണ്. ഇനിയുള്ള പണി അതൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ അടിച്ചേരി തുറക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അടിച്ചു വാരി തുടക്കണതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ചൊന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പിന്നെ സോഫയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. സോഫയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടക്കാഞ്ഞാൽ നല്ല പൊടി ഉണ്ടാവും. പിന്നെ മക്കളൊക്കെ ഇതിലിങ്ങനെ ചാടി കളിച്ചിട്ടുണ്ടല്ലേ, അപ്പം പിന്നെ നല്ല പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ നല്ലോണം ഒന്ന് തുടക്കുകയാണ്. കംഫർട്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിക്കാണ്ട് നല്ല ഉസാറായിട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു വാസന ഉണ്ടാവും. ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിക്കാണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ സോഫക്ക്. അപ്പോൾ സോഫയൊക്കെ തുടക്കൽ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത പരിപാടി ജനൽ തുറക്കുകയാണ്. ജനലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് തുറക്കണം നല്ലതാണ്. മാറാലൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് മാറാല നല്ലോണം ഉണ്ടാവും. മാറാലയും പൊടിയും ഒക്കെ ഉണ്ടാവും ജനൽക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജനലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി നന്നാക്കണം. അപ്പോൾ ഇന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പിന്നെ വർഗം വരിയിൽ നമ്മൾ കുറച്ച് വിറകൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. കൊത്തിയ വിറകായിരുന്നു. അപ്പം കുറച്ച് വിറകൊക്കെ ഒന്ന് അടുക്കളയിൽ കൊണ്ടുവച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇപ്പം ഇന്ന്. കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ മക്കളെ നമ്മൾ പുല്ലൊക്കെ പറിച്ചണ കണ്ടുകാണ്ട് നമ്മളെ മോനുണ്ട്, ചെറിയ മോന്. ഓന് 5 വയസ്സായിട്ടുള്ളൂ. ഓന് കൈക്കോട്ടൊക്കെ എടുത്തുകാണ്ട് മുറ്റൊക്കെ ഒന്ന് കൊത്താണ് ഞാൻ കാട്ടണൊക്കെ കണ്ടുകാണ്ട്. മുറ്റൊക്കെ ആകെ അരിപ്പായിക്കും കേട്ടോ. അപ്പോൾ മക്കളെ ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് മുളകൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ വാടി തുടങ്ങിയാണ്. അപ്പോൾ അത് നമ്മളൊരു ബോക്സിലൊക്കെ ആക്കിക്കാണ്ട് നമ്മൾ ഫ്രിഡ്ജിക്കൊക്കെ വെക്കുകയാണ്. ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.